നമസ്കാരം. ഇറാനെ പൂട്ടാൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള നീക്കത്തിലായിരുന്നു ട്രംപ്. രണ്ടു പടക്കപ്പറ്റുകൾ ഒരേയിടത്ത് ഒരേ രാജ്യത്തെ ലക്ഷ്യം വെച്ച് അണിനിരക്കുക. ഒരു ഭാഗത്ത് സൈനിക നീക്കം, മറ്റൊരിടത്ത് ഈ പടക്കപ്പലുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ്, USS എബ്രഹാം ലിങ്കണിനൊപ്പം അണിനിരത്തി വമ്പൻ നീക്കം കഴിഞ്ഞ ദിവസം നടത്തിയപ്പോൾ ലോകം ഞെട്ടിത്തരിച്ചു. US ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ പോകുന്നു എന്ന ആശങ്ക എങ്ങും പരന്നു. എന്നാൽ ഭീഷണിക്ക് അപ്പുറം ഒന്നും നടന്നില്ല. ഒടുക്കം ട്രംപിന് മനസ്സിലായിത്രേ, ഇറാൻ കൂട്ടിയാൽ കൂടുന്ന കൂട്ടമല്ല എന്ന്. എന്താണ് ഇറാനെതിരായ അമേരിക്കൻ നീക്കത്തിന്റെ ഒടുവിലത്തെ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം. എന്തെല്ലാം വെല്ലുവിളികൾ ആയിരുന്നു. ഇപ്പോ ശരിയാക്കി കളയും എന്നും പറഞ്ഞ് പടക്കപ്പലും വെടിക്കോപ്പും കുറേ വെല്ലുവിളികളുമായി US പട്ടാളത്തെ ആകെ ഇറാനെതിരെ അണിനിരത്തി. ലോകം ഇറാനിലേക്ക് ഉറ്റുനോക്കിയ സമയമായിരുന്നു. മാധ്യമ പട്ടാളത്തെ മറ്റൊരു ഭാഗത്ത് നിർത്തി പേടിപ്പിച്ചു. നിരന്തരം വാർത്തകൾ ഒരു രാജ്യത്തെ പ്രതിസന്ധിയിലാക്കും വിധത്തിൽ പ്രചരിപ്പിച്ചു. ഇപ്പോ അടിക്കും, ഇപ്പൊ പിടിക്കും, ഇപ്പൊ കീഴടക്കും, ഖൊമേനിയെ തട്ടിക്കൊണ്ടുപോകും എന്നെല്ലാം പറഞ്ഞ് നിരന്തരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ, അമേരിക്കൻ പക്ഷ മാധ്യമങ്ങളിൽ വാർത്തകൾ അണിനിരത്തി. സഖ്യകക്ഷികളെ കൂടി വിരട്ടി അമേരിക്ക. ഇറാനും ഖൊമേനിയും പേടിക്കും എന്നും വെച്ചു തുടങ്ങിയ പദ്ധതി ഒടുക്കം ചീറ്റിപ്പോകുന്ന നിലയിൽ എത്തി എന്നതാണ് ഒടുവിലത്തെ സ്ഥിതി. ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് വമ്പൻ ബോംബർ വിമാനം അണിനിരത്തിയ US-ന്റെ ഒടുവിലത്തെ പ്രതികരണം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വഴി വന്നത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ട്രംപിസ്റ്റുകൾ. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഇങ്ങോട്ട് നിർബന്ധിക്കണം എന്നാണ് റൂബിയോ പറയുന്നത്. ഇറാനുമായി ഒരു കരാറിലെത്തുക മാത്രമാണത്രേ ട്രംപിന്റെ ലക്ഷ്യം. ട്രംപ് യുദ്ധവിരുദ്ധനാണ് എന്നും ആരെയും അങ്ങോട്ട് കയറി ദ്രോഹിക്കില്ല എന്നും സമാധാന പ്രേമിയാണെന്നും ഇറാനോടും ഇതുതന്നെയാണ് സമീപനം എന്നുമാണ് മാർക്കോ റൂബിയോയുടെ ഒടുവിലത്തെ പ്രഖ്യാപനം. മ്യൂണിക്കിലെ സുരക്ഷാ സമ്മേളനത്തിനിടയിൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് മാർക്കോ റൂബിയോ തൻ്റെ രാജ്യത്തിൻ്റെയും ട്രംപിൻ്റെയും നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് മണിക്കൂറുകളായി വലിയ ചർച്ചയിലാണ്. അയത്തുള്ള ഖൊമേനി ട്രംപിനെ കാണണം എന്ന് ആവശ്യപ്പെട്ടാൽ, ഓർമ്മിക്കണം, അയത്തുള്ള ഖൊമേനി ഇങ്ങോട്ട് ആവശ്യപ്പെടണം ട്രംപിനെ കാണണം എന്ന്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ട്രംപ് സാർ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞതിൻ്റെ മലയാളം. അതായത് നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന്. നമ്മുടെ പടക്കപ്പലുകളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്, ഇപ്പം നിർബന്ധിക്കണം അല്ലെങ്കിൽ അടിക്കും എന്നാണ് ഒടുവിലത്തെ നിലപാട്. മാർക്കോ റൂബിയോ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. റൂബിയോയുടെ വാക്കുകൾ തന്നെ, രാഷ്ട്രങ്ങൾ പരസ്പരം സംവദിക്കേണ്ടതുണ്ട്. ആരുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്. അതായത് എൻ്റെ സാറ് ഭയങ്കര സംഭവമാണ്, മൂപ്പര് ഭയങ്കര മാനുഷിക പ്രേമിയാണ് എന്നാണ്. നാളെ അയത്തുള്ള ഖൊമേനി ട്രംപിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണാൻ തയ്യാറാകും എന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ നിങ്ങളോട് പറയുകയാണ്. അയത്തുള്ള ഖൊമേനിയോട് യോജിക്കുന്നത് കൊണ്ടല്ല അത്, വിയോജിപ്പുണ്ട്, ഇപ്പം അടിക്കുമെന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അതാണ് എന്ന് കരുതുന്നത് കൊണ്ട് ട്രംപ് അദ്ദേഹം നിർബന്ധിച്ചാൽ അയത്തുള്ള ഖൊമേനിയും ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് റൂബിയോ പറയുന്നത്. എന്നാൽ ഇറാനെ ആക്രമിക്കാൻ എന്ന മട്ടിൽ നടത്തിയ യുദ്ധസന്നാഹം മാർക്കോ റൂബിയോയുടെ ആ നിലപാടിലെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഭക്ഷണം കഴിക്കുന്ന ആൾ ഇവിടെ മാത്രമാണല്ലോ, ബാക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരു ഭാഗത്ത് ഈ സമ്മർദ്ദ തന്ത്രം, മറുഭാഗത്ത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന മാർക്കോ റൂബിയോയുടെ നിലപാട്. അത് ട്രംപിൻ്റെ നിലപാടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ പറയുമ്പം അതൊരു ഇരട്ടത്താപ്പാണ് എന്ന് മനസ്സിലാകാൻ ലോകത്തിലെ ശ്വാസം കഴിക്കുന്ന ആളുകൾക്കും ബുദ്ധി പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒക്കെ മനസ്സിലാവും. പശ്ചിമേഷ്യയിൽ വിമാനവാഹിനി കപ്പൽ അയക്കാനുള്ള തീരുമാനങ്ങളടക്കം മാധ്യമ സമ്മേളനത്തിൽ റൂബിയോട് ചോദ്യങ്ങളായി ഉയർത്തി. റൂബിയോ അതിനുള്ള വിശദീകരണം പറഞ്ഞത് ഇങ്ങനെയാണ്. ട്രംപിന്റെ തീരുമാനം രാജ്യത്തിന്റെ, അതായത് US-ന്റെ സുരക്ഷ മുൻനിർത്തിയാണ്. ഇറാൻ ഞങ്ങളെ ആക്രമിക്കില്ല എന്നും മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല എന്നും ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അത്. അതിൽ തന്നെ ഇരട്ടത്താപ്പുണ്ട്. കാരണം ഈ സൈനിക വിന്യാസം നടത്തിയത് ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്താനാണ് എന്ന് പറയുമ്പോൾ അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ എപ്പോഴെങ്കിലും ഒരുങ്ങിയിറങ്ങി തിരിച്ചതായി നമുക്കറിയാമോ? ഇല്ല. പക്ഷേ ഒരു വ്യാജ ബോധം സൃഷ്ടിച്ച് വ്യാജ ശത്രുവിനെ ഉണ്ടാക്കി അങ്ങോട്ട് ആക്രമിക്കാനുള്ള ഒരു കാരണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. റൂബിയോ പറഞ്ഞതുപോലെ ആയിരുന്നില്ല പക്ഷേ ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. എപ്പോൾ ഈ ഇറാനെതിരായ ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ട്രംപ് എന്താ പറഞ്ഞത്? ഇറാനുമേൽ സൈനിക സമ്മർദ്ദം ശക്തമാക്കാനും അതുവഴി ആണവ പദ്ധതി അടക്കം ലോകത്തിന് ഭീഷണിയാകും വിധം നടത്തുന്ന ഇറാന്റെ ഇടപെടലിനെ തടയാനും ഉള്ള നീക്കം എന്നാണ് ട്രംപ് അന്ന് പറഞ്ഞിരുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ആഗ്രഹിക്കുമ്പോഴും ചർച്ച പരാജയപ്പെട്ടാൽ നേരിടാനുള്ള പ്രതിരോധ നീക്കമായാണ് വൈറ്റ് ഹൗസ് അതിനെ വ്യാഖ്യാനിച്ചിരുന്നത്. ഒരു കരാറിലെത്താൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത പടിയായി ഞങ്ങൾക്ക് ചില നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് അന്ന് ട്രംപിൻ്റെ വാചകം. നിങ്ങൾ ശ്രദ്ധിച്ച ആളുകളുടെ ഓർമ്മയിലുണ്ടാകും, ഇല്ലെങ്കിൽ വാർത്തകളിൽ അത് പഴയതായി നമ്മുടെ ലൈബ്രറികളിൽ ഉണ്ട്. നിലവിൽ മധ്യേഷ്യയിലുള്ള സൈനിക സാന്നിധ്യത്തിന് പുറമെയാണ് ഇറാനെ മുൻനിർത്തി US സൈനിക വിന്യാസം, ആയുധ വിന്യാസം
വിന്യാസമൊക്കെ നടത്തിയത്, പടക്കപ്പലൊക്കെ ഒരുക്കി വെച്ചത്. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിനെ കരീബിയൻ കടലിൽ നിന്ന് മധ്യേഷ്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് വാർത്തയായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. US നിലവിൽ ഈ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കണിനൊപ്പം ഇതിനെയും അണിനിരത്തുകയാണ് ചെയ്തത്. അതേസമയം അമേരിക്കയുടേത് ഡബിൾ ഗെയിം ആണ് എന്ന വിലയിരുത്തലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ഇറാനെതിരെ വേണ്ടി വന്നാൽ സൈനിക നടപടിക്ക് തയ്യാറായി എത്തിയ US പക്ഷേ ഇറാന്റെ കരുത്തിന് മുന്നിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ സ്മൂത്തായി മുന്നോട്ട് പോയില്ല. ആദ്യം ഭീതിപ്പെടുത്തി വരുതിയിലേക്ക് നിർത്താൻ നോക്കി. നേരത്തെ ഇസ്രായേലുമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനൊടുവിൽ നേരിട്ട് ആക്രമണം തന്നെ അമേരിക്ക നടത്തിയത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. ആണവായുധ നിർമ്മാണം എന്ന് പറഞ്ഞ് ആക്രമണം നടത്തി ഇറാനെതിരെ. എന്നാൽ ആ ഇടങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ തന്നെ ഇറാൻ അറിഞ്ഞ ഇറാൻ അവിടെ നിന്ന് ഇതെല്ലാം മാറ്റിയിരുന്നു എന്നും ഉള്ള വാർത്ത പിന്നാലെ വന്നു. പിന്നീട് അടങ്ങിയ US വീണ്ടും വെനസ്വേലയ്ക്ക് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം കടുത്ത ആത്മവിശ്വാസത്തിലേക്ക് പോവുകയാണ് US ട്രംപ് ചെയ്തത്. അതിന്റെ പാത പിന്തുടർന്ന് ഖൊമേനിയെ തട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പദ്ധതികൾ വരെ ആസൂത്രണം ചെയ്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇറാൻ മറ്റു ചെറു രാജ്യങ്ങളെ പോലെയല്ല, അതുപോലെ സൈനിക ശേഷി ഇല്ലാത്ത രാജ്യങ്ങളെയോ പോലെയും ആയിരുന്നില്ല. മാത്രമല്ല, കരയുദ്ധത്തിൽ കീഴടക്കാൻ പോലും അസാധ്യമാണ് ഇറാനെ എന്നാണ് US നിഗമനം. ഈ സാഹചര്യത്തിലാണ് യുദ്ധം തുടങ്ങിയാൽ അനിശ്ചിതത്വത്തിലേക്ക് പോകുമെന്ന ഒരു നിഗമനത്തിന്റെ തുടർച്ചയായിട്ടാണ് രഹസ്യ നീക്കങ്ങൾ നടത്തിയത്. എന്നാൽ പടക്കപ്പലുകൾ ഒരുക്കി വെച്ചാലും ഇറാന്റെ തിരിച്ചടി ലോകത്തെ ആകെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് നയിക്കും എന്ന ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാനോട് ഉപരോധം പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ആക്രമണത്തെ അനുകൂലിക്കുന്നില്ല. വെനസ്വേലയിൽ അവരുടെ പരമാധികാരത്തിന് മേൽ കൈകടത്തി പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു വന്നു എങ്കിലും മുൻകാലങ്ങളിലേതുപോലെ പദ്ധതി ലക്ഷ്യത്തിലെത്തിയില്ല. ആ നടപടി തന്നെ US ബാധ്യതയായി. ഇതുവരെ മഡുറോയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ല. നിയമ നടപടിയും പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഇനിയൊരു തിരിച്ചടി താങ്ങാൻ US ശേഷിയില്ല. ഒപ്പം ഗ്രീൻലാൻഡ് പിടിക്കാൻ പോയതോടെ നേരിട്ട തിരിച്ചടിയും ട്രംപിനെ ഉറ്റുനോക്കുന്നുണ്ട്. ഗ്രീൻലാൻഡ് പദ്ധതി നാറ്റോ രാജ്യങ്ങളുടെ നേരിട്ടുള്ള സൈനിക വിന്യാസത്തിലൂടെ അമേരിക്കയെ കുഴപ്പത്തിലാക്കി. പേടിപ്പിച്ചു നോക്കിയിട്ടും രക്ഷയുണ്ടായില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്കും US തങ്ങളുടെ മേലേക്ക് കയറുമോ എന്ന ആശങ്ക വന്നു തുടങ്ങിയിരുന്നു. ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങൾ പരസ്യമായി തന്നെ അമേരിക്കയെ വെല്ലുവിളിച്ചു. നാറ്റോയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം വരെ ഉയർന്നു. അതിന്റെ തുടർച്ചയായുള്ള നീക്കമായിരുന്നു ഇറാനെ ലക്ഷ്യം വെച്ചുള്ള വീണ്ടുമുള്ള സൈനിക വിന്യാസം. എന്നാൽ 2 പടക്കപ്പലുകളെ ഒരുക്കി വെച്ച് US എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ആശങ്ക പടർത്തുന്ന സമയത്താണ് ഏറ്റവും ഒടുവിൽ ഉൾട്ടയടിച്ച് മാർക്കോ റൂബിയോയുടെ പ്രതികരണം വന്നത്. സമ്മർദ്ദത്തിലാക്കി ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ നീക്കമെന്ന് മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയോടെ വ്യക്തമായിരിക്കുകയാണ്. ഇറാനോട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ വിജയം അസാധ്യമാകുമെന്ന് മാത്രമല്ല, അനന്തമായ യുദ്ധത്തിലേക്ക് നീങ്ങും എന്നും നിലവിലെ അമേരിക്കൻ സാമ്പത്തിക സാഹചര്യത്തെ അത് കൂടുതൽ വഷളാക്കുമെന്നും അങ്ങനെയുള്ള സാഹചര്യം രൂപപ്പെടുന്നതിനാൽ US തന്നെ എതിർപ്പുകൾ വരുന്നുണ്ട്. സെനറ്റിൽ ട്രംപിന്റെ അതിരുവിട്ട നീക്കങ്ങൾ വലിയ വിമർശനത്തിനിടയാക്കി. നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ചർച്ച ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണിക്കപ്പുറത്തേക്ക് ഇറാനോടുള്ള നടപടികൾ പോകില്ല എന്നുറപ്പായി കഴിഞ്ഞു. മാർക്കോ റൂബിയോയുടെ നിലപാടിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അടുത്തതായി ഉയരുന്ന ആകാംക്ഷ. ഇതേ സമയം ശ്രദ്ധ തിരിച്ചുവിട്ട് ഖൊമേനിയെ മഡുറോയെ പോലെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം അമേരിക്ക ഉപേക്ഷിച്ചില്ല എന്ന വിലയിരുത്തലുകൾ ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാനിൽ അമ്മാതിരി പരിപാടികൾ ചെലവാകില്ല എന്ന തിരിച്ചറിവാണ് റൂബിയോ വഴി ട്രംപ് ചർച്ചയ്ക്ക് നീക്കം നടത്തുന്നതിന്റെ അടിസ്ഥാന കാരണം എന്നാണ് സൂചനകൾ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.